നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക്, മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 21 തിങ്കളാഴ്ചയാണ്. കർക്കിടകം 5-ാം തീയതി. അത്ര ശുഭകരമായ, അത്ര നല്ല വാർത്തയല്ല രാവിലെ തന്നെ പുറത്തു വരുന്നത്. എറണാകുളം ആലുവയിലെ ലോഡ്ജിൽ അതിക്രൂര കൊലപാതകം നടന്നിരിക്കുന്നു. യുവതിയെ ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കണം. വളരെ വിശദമായ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. UAE-യിലെ ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തെക്കും ഭാഗം സ്വദേശി അതുല്യയുടെ മരണത്തിൽ ഷാർജ പോലീസിലും പരാതി നൽകാനൊരുങ്ങി ബന്ധുക്കൾ. ഇന്ത്യൻ കോൺസുലേറ്റ് വഴി ഇന്ന് തന്നെ സഹോദരി അഖില പരാതി നൽകും. അതുല്യ ബന്ധുക്കൾക്ക് അയച്ച ദൃശ്യങ്ങളും പരാതിക്കൊപ്പം നൽകും. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. സുജിത്ത്, അവിടെയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി എന്തൊക്കെ നീക്കങ്ങളാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്? ഇത് ആത്മഹത്യയല്ല, ഇത് കൊലപാതകം തന്നെയാണ് എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇതിൽ കോൺസുലേറ്റിന്റെ അടക്കം സഹായം തേടാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സുജിത്ത്, സതീഷിനെതിരെ അതുല്യയുടെ ബന്ധുക്കൾ കേരളത്തിൽ പരാതി നൽകുകയും പോലീസിൽ പരാതി നൽകുകയും വിവിധ വകുപ്പുകൾ ചുമത്തി കൊലക്കുറ്റത്തിനുൾപ്പെടെ കേസെടുക്കുകയും ചെയ്തവരിന് തൊട്ടു പിന്നാലെയാണ് ഷാർജ പോലീസിലും പരാതി നൽകാൻ ബന്ധുക്കൾ ഒരുങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ കോൺസുലേറ്റ് വഴി ഇന്ന് തന്നെ പരാതി അവിടെ നൽകാനുള്ള ഒരു നീക്കമാണ്. സഹോദരി അഖിലയാകും പരാതി നൽകുക. ഷാർജ ഇന്ത്യൻ അസോസിയേഷനുമായി ഇന്നലെ ഇവർ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു. ഈ അതുല്യ ബന്ധുക്കൾക്ക് അയച്ചു നൽകിയ ദൃശ്യങ്ങളും പരാതിക്കൊപ്പം നൽകാനാണ് വീട്ടുകാർ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് കേരളത്തിൽ പോലീസിന് നൽകിയിട്ടുള്ളതുപോലെ തന്നെ ഈ പരാതിക്കൊപ്പം ദൃശ്യങ്ങൾ നൽകിയിരിക്കുന്നത് പോലെ തന്നെ ഷാർജ പോലീസിനും നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭർത്താവിന്റെ ഈ അതുല്യയുടെ ഭർത്താവ് സതീഷിന്റെ പീഡനങ്ങളെ കുറിച്ചൊക്കെ അതുല്യ സഹോദരിയായ അഖിലയോട് പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ഷാർജ പോലീസിനെ ധരിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ സതീഷിനെതിരെ അതുല്യയുടെ അമ്മയാണ് തെക്കുംഭാഗം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ ഷാർജയിൽ പരാതി നൽകുക സഹോദരി അഖിലയാകും എന്നാണ് മനസ്സിലായിട്ടുള്ളത്. സതീഷ് സ്ഥിരം മദ്യപിക്കുന്നയാളാണെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അയാൾ വല്ലപ്പോഴും മാത്രമാണ് മദ്യപിക്കുന്നത് എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇയാൾ സ്ഥിരം മദ്യപിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതുല്യ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ വിശദമായി ഷാർജ പോലീസിനെ ധരിപ്പിക്കും. എന്തായാലും കേരളത്തിന് പുറമെ ഷാർജയിലും നിയമക്കുരുക്ക സതീഷ്. ഈ തെക്കും ഭാഗം പോലീസിന്റെ നടപടി ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്? ഈ സതീഷിന്റെ ബന്ധുക്കളാണെങ്കിൽ ഇന്നലെ അമ്മയൊക്കെ പറയുന്നത് കേട്ടു, ഏറെ നാളായി ആ കുടുംബവുമായി സതീഷിന് ബന്ധമില്ല എന്ന തരത്തിലൊക്കെ പ്രതികരിക്കുന്നത് കണ്ടു. ഇവിടെ കേരളത്തിൽ ഇതിന്റെ നിയമ നടപടികൾ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് ആലോചിക്കുന്നത്? ആരെങ്കിലും ചോദ്യം ചെയ്യുന്നതിലേക്ക്, മൊഴിയെടുക്കുന്നതിലേക്കൊക്കെ വളരെ പെട്ടെന്ന് പോലീസ് കടക്കാനുള്ള സാധ്യതയുണ്ടോ സുജിത്ത്? തീർച്ചയായും റിജിത്ത്, ഇപ്പോൾ പ്രധാനമായും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഇപ്പോൾ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുള്ളത്. അസ്വാഭാവിക മരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വകുപ്പ് അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമൊക്കെ ആകും സാധാരണ ഇത്തരം മരണങ്ങളിൽ വരിക. ഇതിപ്പോൾ കൊലക്കുറ്റത്തിന് തന്നെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുണ്ട്. ഗാർഹിക പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട്. കൂടാതെ തന്നെ ഈ അമ്മയുടെ സതീഷിന്റെ അമ്മയുടെ അടക്കമുള്ള മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. അമ്മയുടെ മൊഴി ഈ സതീഷിന് എതിരായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് സതീഷ് നിരന്തരം ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം അയൽവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളും പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് കൂടുതലായി മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് സതീഷിനെതിരെ ഷാർജയിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അതുല്യയുടെ കുടുംബത്തിന്റെ തീരുമാനം. ഇവിടെ കേരളത്തിലും കൊല്ലം, ചവറ, തെക്കുംഭാഗം പോലീസിന്റെ ഭാഗത്തുനിന്നും തുടർ നീക്കങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. കൂടുതൽ പേരുടെ മൊഴിയെടുക്കുന്ന നടപടിയിലേക്കും പോലീസ് കടക്കും. സുജിത് സുരേന്ദ്രൻ കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എറണാകുളം ആലുവയിലെ ലോഡ്ജിൽ യുവതിയെ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി. കൊല്ലം കുണ്ടറ സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടത്. നേര്യമംഗലം സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലപാതക ശേഷം യുവാവ് സുഹൃത്തുക്കളെ വീഡിയോ കോൾ വിളിച്ച് മൃതദേഹം കാണിച്ചുവെന്നും പറയുന്നു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് സംഭവിച്ചത്? അരും കൊലയാണ്. ഈ സുഹൃത്തുക്കളെ പിന്നീട് ഇത് വീഡിയോ കോൾ വഴി പ്രതി കാണിച്ചു എന്ന് പറയുന്നു. എന്താണ് സംഭവിച്ചത്? പോലീസ് എന്താണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്?
റിജിത്ത്, രാവിലെ തന്നെ ഒരു കൊലപാതകത്തിന്റെ വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രാഥമിക വിവരം മാത്രമാണ്. പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. കൊല്ലം സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടതെന്ന ഒരു വിവരമാണ് പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. നേര്യമംഗലം സ്വദേശിയായ സുഹൃത്തിനെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ സംഭവം. ഇന്നലെ അർദ്ധരാത്രി ഇവർ അവിടെ ലോഡ്ജിൽ റൂമെടുക്കുന്നു. അതിനുശേഷം വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാകുന്നു. ഈ തർക്കത്തെ തുടർന്നാണ് ഈ കൊലപാതകമെന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇവർ ഇടയ്ക്കിടെ ഈ ലോഡ്ജിൽ വന്ന് താമസിക്കാറുണ്ട്. ആലുവ നഗരത്തിൽ തന്നെയുള്ള ലോഡ്ജാണ്. ഇടയ്ക്കിടെ ലോഡ്ജിൽ വന്ന് താമസിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ വരുന്ന സമയത്ത് ഹോട്ടൽ ജീവനക്കാർക്കോ ലോഡ്ജ് ജീവനക്കാർക്കോ മറ്റ് സംശയങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ലോഡ്ജിനുള്ളിൽ വെച്ച് ഇവർ തമ്മിൽ വലിയ തർക്കമുണ്ടാകുന്നു. ആ തർക്കത്തിന് ശേഷമാണ് ഷാൾ മുഴുക്കി ഈ യുവതിയെ കൊലപ്പെടുത്തുന്നത്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം പിന്നീട് യുവാവ് തന്നെ തന്റെ സുഹൃത്തുക്കളെ വിളിച്ച് താൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തതായിട്ട് വീഡിയോ കോളിലൂടെ കാണിക്കുന്നു. അങ്ങനെ ലോഡ്ജ് ജീവനക്കാരെ മുന്നേ തന്നെ ഈ വിവരം അറിഞ്ഞത് യുവാവിന്റെ സുഹൃത്തുക്കളാണ് പിന്നീട് പരിഭ്രാന്തരായി പോലീസിനെ വിവരം അറിയിച്ചത്. അങ്ങനെയാണ് ഈ കൊലപാതക വിവരം പോലീസ് അറിയുന്നത്. നിലവിൽ ഇപ്പോൾ ഈ യുവാവ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. എന്തായാലും ഇവർ കാലങ്ങളായി ബന്ധമുള്ള സുഹൃത്തുക്കളാണ്. അതിനുശേഷം ഇത് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള തർക്കമാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന വിവരമാണ് പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഹോട്ടൽ ജീവനക്കാരുടെ അടക്കം മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തി വരികയാണ്. അല്പസമയത്ത് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേര്യമംഗലം സ്വദേശിയായ യുവാവിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റിജിത്ത്, ഇതിൻ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. അതിൻ്റെ എന്താണ് ആ തർക്കം എന്നത് സംബന്ധിച്ചൊക്കെ കൂടുതലായ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ആരിൽ നിന്നൊക്കെ വിവരങ്ങൾ തേടാനാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവുന്നത്? ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഈ പ്രതി സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടിരുന്നോ നിതിൻ? റിജിതി, കൊലപാതകത്തിന് ശേഷം യുവാവ്, അതായത് ഈ പ്രദീപ് നേരത്തെ സുഹൃത്തുക്കളെ വീഡിയോ കോളിൽ വിളിച്ച് താൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തു എന്ന വിവരമാണ് പങ്കുവച്ചത്. അതായത് വിവാഹവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവർക്കിടയിൽ തർക്കമുണ്ടായിരുന്നു. ഒരുപക്ഷെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു ഇരുവരും അവിടെ എത്തിയെന്ന വിവരമാണ് പോലീസ് ഈ ഘട്ടത്തിൽ അനുമാനിക്കുന്നത്. യുവാവിന്റെ സുഹൃത്തുക്കളെ പോലീസ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം നടപടികൾ എന്തായാലും പോലീസ് വൈകാതെ കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഹോട്ടൽ ജീവനക്കാരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. അതുമാത്രമല്ല നേരത്തെ ഇവർ തന്നെ ഇവിടെ താമസിച്ചിട്ടുണ്ടെന്ന വിവരം പോലീസിന് പങ്കുവച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ സുഹൃത്തുക്കൾ എന്ന നിലയിൽ തന്നെയാണ് ആ ഒരു ഇതിനെ പോലീസ് കാണുന്നത്. അതിനുശേഷമാണ് ഇന്നലെ അർദ്ധരാത്രിയോട് തന്നെ ഇവർ വീണ്ടും അവിടെ റൂം എടുക്കുകയും പിന്നീട് വിവാഹം ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവിടെ തർക്കമുണ്ടാവുകയും ആ തർക്കത്തിന് ശേഷമാണ് യുവാവ് ഷാൾ മുറുക്കി ഈ യുവതിയെ കൊലപ്പെടുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ പ്രതിയുടെ സുഹൃത്തുക്കളെ പോലീസ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നുണ്ട്. എത്ര നാളുകളെ ഇവർ തമ്മിൽ ബന്ധമുണ്ട്, എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ ഉണ്ടായ തർക്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ വിശദമായി തന്നെ പ്രതികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഒരു വിശദമായ വിവരം പോലീസ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ പ്രാഥമിക വിവരം എന്ന നിലയിലാണ് പോലീസ് ഈ ഘട്ടത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും യുവാവിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ കൃത്യത്തിന് ശേഷം വീഡിയോ കോൾ വിളിച്ച് സുഹൃത്തുക്കളെ വിവരം പങ്കുവച്ചത് നിർണായകമായി. അതിനുശേഷമാണ് ലോഡ്ജ് ജീവനക്കാരെ മുന്നേ തന്നെ ഈ യുവാവിന്റെ സുഹൃത്തുക്കൾ ഈ വിവരം അറിയും. പിന്നീട് യുവാക്കൾ തന്നെ, അതായത് ഈ സുഹൃത്തുക്കൾ തന്നെ പരിഭ്രാന്തരായി പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരമൊരു കൃത്യം നടന്നതായ വിവരം പോലീസിന് ലഭിച്ചത്. തുടർന്ന് പോലീസ് തന്നെ ഇവരെ ഉടൻ തന്നെ അവിടെ എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ മൃതദേഹം ലോഡ്ജിലുണ്ട്. അല്പസമയത്തിന് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിങ്ങനെ സുഹൃത്തുക്കളെയൊക്കെ വീഡിയോ കോളിലൂടെ ഈ ഗുരുതരമായ കുറ്റകൃത്യം കാണിക്കുക, കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെ നടപ്പാക്കിയ കൊലപാതകം എന്ന വിലയിരുത്തലിലേക്കാണോ പോലീസ് പോകുന്നത്? നിതിൻ അംബുജൻ. നിലവിലിപ്പോൾ പോലീസ് അത്തരം വിവരങ്ങളൊക്കെ ശേഖരിച്ചു വരികയാണ്. ഏതെങ്കിലും തരത്തിൽ, അതായത് അവിടെ എത്തിയപ്പോൾ ഉണ്ടായ തർക്കത്തെ തുടർന്നുണ്ടായ കൊലപാതകമാണോ, അപ്രതീക്ഷിതമെന്ന കൊലപാതകമാണോ, അതല്ല മുൻകൂട്ടി ഇയാൾ തയ്യാറാക്കിയ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെ അവിടെ റൂം എടുത്തതാണോ തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇവർ നേരത്തെയും ഇവിടെ താമസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് പരിചിതമായ ലോഡ്ജാണ്. അവിടുത്തെ ആളുകളെല്ലാം തന്നെ ഈ ജീവനക്കാരിൽ തന്നെ പരിചിതമായ ആളുകളാണെന്ന വിവരമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് മറ്റ് സംശയങ്ങളും തന്നെ തോന്നിയിരുന്നില്ല. പക്ഷേ പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച് അവിടെ തർക്കമുണ്ടായത്. ഒരുപക്ഷെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഇരുവരും അവിടെ എത്തുന്ന വിവരമാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അതിനുശേഷമാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും പിന്നീട് അവിടെ കൊലപാതകം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസ് ഇതിനു മുൻപും ഇത്തരത്തിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇരുവരുടെയും സംഭാഷണങ്ങൾ വിവരങ്ങൾ നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തായാലും പോലീസ് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി പങ്കുവെക്കേണ്ടതുണ്ട്. നിലവിൽ ലഭ്യമാകുന്നത് ഇങ്ങനെ
കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി എന്നുള്ളതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ആ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വിശദമായ കാരണങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ചൊക്കെ പോലീസിനൊരു നിഗമനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഏറ്റവും ശ്രദ്ധേയം ഈ കൊലപാതക ശേഷം യുവാവ് സുഹൃത്തുക്കളെ വീഡിയോ കോളിൽ വിളിച്ച് മൃതദേഹം കാണിച്ചു എന്നുള്ളതാണ്. സുഹൃത്തുക്കളുടെ മൊഴിയൊക്കെ വളരെ വിശദമായി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആംബുലൻസ് തടഞ്ഞുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ചികിത്സ വൈകി രോഗി മരിച്ചതിൽ ശക്തമായ നടപടിക്ക് പോലീസ്. കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ തീരുമാനം. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ രോഗിയുടെ ഗുരുതരാവസ്ഥ ബന്ധുക്കൾ ആവർത്തിച്ചറിയിച്ചിട്ടും സമരക്കാർ കരുണ കാട്ടിയില്ല എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതീവ ഗുരുതര സ്വഭാവമുള്ള ഒരു പരാതിയാണിത്. ഇതിൽ പോലീസിന് എങ്ങനെയായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക? സലീം. ശ്രീജിത്ത്, വലിയ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഈ കേസിനെ സമീപിക്കുന്നത്. കാരണം ആദ്യം ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ പോലീസ് ഇതിൽ കേസെടുത്തിരുന്നില്ല. ഇന്നലെ ഈ വിഷയം വിവാദമായതിന് പിന്നാലെയാണ് പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി FIR രജിസ്റ്റർ ചെയ്യുന്നത്. DCC സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഈ ആശുപത്രിയിലെ പ്രതിഷേധം ഏത് നിലയിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ വിശദമായ ഒരു ചിത്രം ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറഞ്ഞത് 5 മിനിറ്റ് മാത്രം രോഗിയില്ലാത്ത സമയത്ത് ഇവർ പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. പക്ഷേ അത് തെറ്റാണ് എന്നുള്ളത് പിന്നീട് ബോധ്യപ്പെട്ടതാണ്. കാരണം ഈ FIR-ൽ തന്നെ പറയുന്നുണ്ട് 5:30 മുതൽ 2:30 മുതൽ 2:47 വരെയുള്ള സമയത്ത് 17 മിനിറ്റ് സമയം പ്രതിഷേധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതാണ്. മാത്രമല്ല അവിടുത്തെ ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വരികയും ചെയ്തതാണ്. അതിനുശേഷം പിന്നീട് ഉണ്ടായ ഒരു പ്രതിരോധം, ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതിരോധം, ഇൻഷുറൻസ് ഇല്ലാത്ത, ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനമാണ് അവിടെ ആംബുലൻസായി ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് പ്രതിഷേധിച്ചത് എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ അതിൻ്റെ ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടതോടുകൂടി ആ പ്രതിരോധവും പൊളിയുന്ന കാഴ്ചയാണ് കണ്ടത്. അതോടുകൂടി വലിയ പ്രതിരോധത്തിലാണ് ഈ പ്രതിഷേധ സമരം നടത്തിയ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നിലവിലുള്ളത്. ഏത് നിലയിലാകും ഇതിനെ അവർ നേരിടുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇന്നലെ ഈ വാർത്ത 24 പുറത്തു കൊണ്ടുവരുമ്പോൾ 24-നെതിരെ വലിയ അധിക്ഷേപമായിരുന്നു ബന്ധപ്പെട്ടവർ ആ നിലയിൽ നടത്തിയത്. പക്ഷേ അത് പിന്നീട് ആ അധിക്ഷേപമൊക്കെ വെറുതെ ആയിരുന്നു എന്നും 24-ന്റെ വാർത്തയായിരുന്നു സത്യമെന്നും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ബോധ്യപ്പെടുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വലിയ ഗൗരവത്തിലാണ് ഈ വിഷയത്തെ കാണുന്നത്. ഒരല്പം നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് ഡോക്ടറുടെയും മൊഴി. ഡോക്ടറുടെ മൊഴി എന്തായാലും ഈ കേസിൽ നിർണായകമാകും. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപക്ഷെ പോലീസ് ഈ സമരം എന്നതൊക്കെ ജനാധിപത്യപരമായ അവകാശങ്ങളാണ്. പക്ഷേ അതിന്റെ രീതി, അതാണ് ഇവിടെ പ്രശ്നമായി നിൽക്കുന്നത്. സാധാരണ നിലയിൽ ഏത് സമരത്തിലാണെങ്കിലും, ഹർത്താലിലാണെങ്കിലും, ബന്ദിലാണെങ്കിലും ഒക്കെ ഒരു ആംബുലൻസിൽ ഒരു രോഗി ഗുരുതരാവസ്ഥയിൽ വരുന്ന സാഹചര്യത്തിൽ അത് ബോധ്യപ്പെട്ട് അതിന് വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ സാധാരണ കാണുന്നൊരു കാഴ്ചയാണ്. അതൊരു മാന്യതയാണ്, ഉത്തരവാദിത്വമുള്ള ഒരു പൗരൻ ചെയ്യേണ്ടതുമാണ്. ഇവിടെ അതുണ്ടായില്ല. ഈ പ്രാദേശിക നേതൃത്വം നടത്തിയ ഒരു സമരമാണ്. ഇതിനെ ജില്ലാ നേതൃത്വം അടക്കം ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത്? ഇവരെ, ഈ നടപടിയെ കൈവിടാൻ നേതൃത്വം തയ്യാറാവുന്നുണ്ടോ സലീം? പൂർണ്ണമായി റിജിത്ത്, ഇല്ല. ജില്ലാ നേതൃത്വം ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ്. ഇന്നലെ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ അവർ പങ്കുവെച്ച വീഡിയോയും ഉൾപ്പെടെ ഈ സമരത്തെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ സമരത്തെ ന്യായീകരിക്കുന്ന നിലയിലാണ് ജില്ലാ നേതൃത്വം ഈ നിലപാട് സ്വീകരിച്ചത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതൃത്വമൊന്നും ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇന്ന് ഒരുപക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് അഭിപ്രായം ഉണ്ടാവുകയും ചെയ്യും. ഈ സമയത്ത്, ഈ പ്രതിഷേധിക്കുന്ന സമയത്ത് രോഗി ഉണ്ടായിരുന്നില്ല എന്നും ഈ വാഹനത്തിൽ പോയാൽ അപകടമാണ് എന്നുള്ളതുമാണ് കോൺഗ്രസ് നിരത്തുന്ന പ്രതിരോധം. പക്ഷേ എന്തു പറഞ്ഞാലും ശരി, ഒരു ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധം നടത്തുന്നത് ഏത് നിലയിൽ ജനാധിപത്യ അവകാശമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം ഹോസ്പിറ്റൽ ആക്ട് പ്രകാരമാണ് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിരിക്കുന്നത്. എത്ര തന്നെ പ്രശ്നമുണ്ടായാലും ആംബുലൻസ് തടഞ്ഞുള്ള ഒരു പ്രതിഷേധമൊന്നും ഒട്ടും ഔചിത്യപൂർണ്ണമല്ല എന്ന വിവേകത്തിലേക്കെങ്കിലും ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം എത്തണം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിലേതുൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളാണ് നിലവിൽ ഈ സമരത്തിന് പിന്തുണ അറിയിച്ചിട്ടുള്ളത്. ഈ സമരം ന്യായമായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെയും അവകാശവാദം. എന്തായാലും ഈ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തെ തള്ളിപ്പറയും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും കടുത്ത നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നു പോലീസ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സ്വകാര്യ ബസ് ഇടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. സ്വകാര്യ ബസിന്റെ അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ വഴി തടയൽ സമരം നടത്തും. പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തുണ്ട്. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ RT ഓഫീസ് ഉപരോധിക്കും. വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ ഒമേഗ ബസ്
ഒമേഗ ബസിന് ഡ്രൈവർ ആദം ഷാഫിയെ ഇന്നലെ പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഡ്രൈവറുടെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ ഏത് തരത്തിലായിരിക്കും മഴയുടെ സ്വഭാവം എന്നതടക്കം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാം. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനത്തേക്കും. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നുണ്ട്. സലീം, കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെ സലീം? റിജിത്ത്, സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുലർച്ചെ നൽകിയിരിക്കുന്ന കാലാവസ്ഥാ വകുപ്പിന്റെ അവസാന 3 മണിക്കൂറിൽ പ്രതീക്ഷിക്കേണ്ട ദിനാവസ്ഥയെക്കുറിച്ചുള്ള മുന്നറിയിപ്പിൽ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് കൽപ്പിക്കുന്നത്. ശക്തമായ മഴ ഈ പുലർച്ചെ സമയത്തുണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അവസാനം വന്ന പുലർച്ചെ 5 മണിക്ക് വന്ന മുന്നറിയിപ്പ് പ്രകാരമുള്ളത്. അതല്ലാതെ തന്നെ നിലവിൽ എറണാകുളം വരെയുള്ള വടക്കൻ ജില്ലകളിൽ, കാസർഗോഡ് തൊട്ട് എറണാകുളം വരെയുള്ള മുഴുവൻ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി ജില്ലകളിൽ തെക്കൻ ജില്ലകളിൽ നിലവിൽ മഴ മുന്നറിയിപ്പില്ല. പക്ഷേ തെക്കൻ ജില്ലകളിലും ശക്തമായ മഴ പലയിടങ്ങളിലായി പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ പുലർച്ചെ അതിനുശേഷം വന്ന മുന്നറിയിപ്പ് പ്രകാരമാണ് ആ മഴ നിലവിൽ ലഭിക്കുന്നത്. 10 മണിയോടുകൂടി മഴ മുന്നറിയിപ്പ് പുതുക്കും. അപ്പോൾ വീണ്ടും കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും വരാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ ഓറഞ്ച് അലർട്ട് ഒരു ജില്ലയിലും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ രാവിലെയോടുകൂടി ഓറഞ്ച് അലർട്ട് കൂടി പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് ഇന്നും സാധ്യതയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മഴയുടെ അത്ര കഠിനമായ മഴ ഉണ്ടാവില്ല എന്ന് വിലയിരുത്തപ്പെടുമ്പോഴും ഈ മഴ പൂർണ്ണമായി ശമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ മാസം 24 വരെ ശക്തമായ മഴ ഈ നിലയിൽ തന്നെ തുടരും. അത് വടക്കൻ ജില്ലകളിലും മലയോര മേഖലകളിലുമായിരിക്കും കൂടുതലായി മഴ ലഭിക്കുക എന്നുള്ളതുൾപ്പെടെയുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് കഴിഞ്ഞാൽ പിന്നീട് മറ്റെല്ലാ ദിവസങ്ങളിലും യെല്ലോ മുന്നറിയിപ്പ് മാത്രമാണുള്ളത്. പക്ഷേ അതിനുശേഷം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 24-നും ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരാഴ്ച കൂടി ശക്തമായ മഴ തുടരും എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുന്നത്. ഈ തെക്കൻ മേഖലകളിൽ കൊല്ലം ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിലേക്കുള്ള മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുകയാണ്. റിജിത്ത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വടക്കൻ കേരളത്തിൽ മഴ കനക്കും. അതുപോലെ മധ്യ കേരളത്തിലും മഴ ശക്തമാവാൻ തന്നെയാണ് സാധ്യത. വരും മണിക്കൂറുകളിൽ പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പ് വരുമ്പോൾ അത് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തും. ബുധനാഴ്ച വൈകിട്ട് 3:30 മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. നിലവിലെ സമയക്രമമെന്ന തീരുമാനമെടുക്കാനുണ്ടായ സാഹചര്യം മന്ത്രി ചർച്ചയിൽ വിശദീകരിക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി. RSS നേതാവ് മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന ജ്ഞാനസഭയിൽ സർവകലാശാല VC-മാർക്ക് പങ്കെടുക്കാവുന്നതാണെന്ന മന്ത്രിയുടെ പ്രസ്താവന തിരുത്തണമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ. കൊട്ടാരക്കര അറക്കടവ് പാലം വഴിയുള്ള KSRTC ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ധനമന്ത്രി KN ബാലഗോപാൽ. റോഡും പാലവും നിർമ്മിക്കുന്നതിനൊപ്പം യാത്രാ സൗകര്യം ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് ധനമന്ത്രി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടത്തിയ സംസ്ഥാന വ്യാപക പരിശോധനയിൽ 96 പേർ അറസ്റ്റിൽ. 1748 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ 91 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 32 ഗ്രാം MDMA ഉൾപ്പെടെ മാരക ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. KSRTC ഹരിതസംഗമം ഏകദിന ശില്പശാല ഈ മാസം 22-ന് തിരുവനന്തപുരം കമലേശ്വരം കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ KSRTC ഹരിത മികവുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടന്റെ F-35 യുദ്ധവിമാനത്തിന് നാളെ തിരികെ പറക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ. തകരാർ പരിഹരിച്ചതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ നിന്ന് വിമാനം ഇറക്കും. F-35 തിരികെ പറക്കുന്നതിന് മുമ്പ് തകരാർ പരിഹരിക്കാനെത്തിയ സാങ്കേതിക വിദഗ്ധർ ബ്രിട്ടനിലേക്ക് മടങ്ങും എന്നാണ് അറിയുന്നത്. ബ്രിട്ടീഷ് സേനയുടെ വിമാനം തന്നെ സംഘത്തെ തിരിച്ച് എത്തിക്കാൻ വേണ്ടിയെത്തും. ബ്രിട്ടന്റെ വ്യോമസേനാ വിമാനം എയർബസ് 400-ലാണ് 24 പേരടങ്ങുന്ന സംഘം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നതിനു ശേഷവും സർവകലാശാലകളിലെ അനിശ്ചിതത്വം തുടരുന്നു.
കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധി, KTU ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC നിയമനം, നിയമസഭ പാസാക്കിയ സ്വകാര്യ സർവകലാശാല ബില്ല്, സർവകലാശാല നിയമ ഭേദഗതി ബിൽ എന്നീ വിഷയങ്ങളിൽ ഗവർണർ നടപടി സ്വീകരിച്ചിട്ടില്ല. അടിയന്തര നടപടി സ്വീകരിക്കാവുന്ന താൽക്കാലിക VC നിയമനത്തിലും ഗവർണർ ഇന്നലെ തീരുമാനമെടുത്തില്ല എന്നാണ് വിവരം. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സലീം, ഒരു സമവായത്തിനുള്ള ശ്രമം നടക്കുന്നുണ്ട്, പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഇന്നലെ നടന്ന ചർച്ചകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? രാജ്ഭവന്റെ നിലപാട് എന്താണ് സലീം? രഞ്ജിത്ത്, ഈ ഗവർണർ സർക്കാർ പോര് ഏറ്റവും അധികം ബാധിച്ചത് സർവകലാശാലകളെയാണ്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളിലെ എല്ലാം വലിയ ഭരണസ്തംഭനമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു റിസൾട്ട്. ഇപ്പോൾ അതൊരു സമവായത്തിന്റെ സൂചനകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായിരുന്നു എന്നുള്ളതാണ് രാജ്ഭവൻ പറയുന്നത്. മാത്രമല്ല, അത് ആ നിലയിൽ ഒരു സൗഹാർദ്ദ അന്തരീക്ഷമായിരുന്നു, ഈ പോര് അവസാനിക്കുന്നതിന്റെ സൂചനകളായിരുന്നു ആ ചർച്ചയിൽ എന്നുള്ളതാണ് നമുക്ക് അല്ലാതെയും മനസ്സിലാക്കുന്നത്. അപ്പോഴും ഈ സർവകലാശാലകളിലെ പ്രതിസന്ധി മാത്രമാണ് ഇപ്പോഴും എങ്ങനെ അവസാനിക്കും എന്നുള്ളതിലൊരു കൃത്യമായ സൂചനയില്ലാതെ നിൽക്കുന്നത്. പ്രത്യേകിച്ചും സർവകലാശാലയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ടാണ്. ഗവർണർക്ക് വളരെ വേഗത്തിൽ തീരുമാനമെടുക്കാവുന്നതാണ് ആ വിഷയം. പക്ഷേ എന്നിട്ടും ഇന്നലത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും നിലവിലും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഈ മാസം 15-ന് തന്നെ സർക്കാർ 3 പട്ടിക, ഈ താൽക്കാലിക VC-മാരുടെ ഇതിൽ 3 പേരുടേതടങ്ങുന്ന പട്ടിക നൽകിയിരുന്നു. അതിൽ നിന്നും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല, രജിസ്ട്രാർ KS അനിൽകുമാർ, കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറായ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടിയിലും ഗവർണർ തീരുമാനമെടുത്തിട്ടില്ല. അതിൽ തീരുമാനമെടുക്കേണ്ടത് ഗവർണറാണ്. സസ്പെൻഷൻ പിൻവലിക്കണം എന്നുള്ളത് സർക്കാരിന്റെ ആവശ്യമാണ്. പക്ഷേ ആ വിഷയത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. അതിനിടയിൽ KS അനിൽകുമാർ അവധിയിൽ പോയേക്കും എന്നുള്ള സൂചനയുമുണ്ട്. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും സർവകലാശാലയിൽ ഉൾപ്പെടെ ഗവർണർ ഇടപെടും എന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ തുടർന്ന് ഈ SFI നടത്തുന്ന പ്രതിഷേധം ഉൾപ്പെടെ തൽക്കാലം സർവകലാശാലയിൽ വേണ്ട എന്നുള്ള നിലപാടാണ്. വളരെ വേഗത്തിൽ തന്നെ സർവകലാശാലകളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുകയും VC നിയമനം ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റീജിത്ത്, ശരി. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എന്തായാലും തർക്കം ഒരു സമവായത്തിലേക്ക് എത്തും എന്ന പ്രതീക്ഷയോടുകൂടി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സർക്കാർ. ഇസ്രയേലിൽ കെയർ ഗിവറായി ജോലി ചെയ്തിരുന്ന വയനാട് സ്വദേശിയായ യുവാവും വീട്ടുടമസ്ഥയായ വയോധികയും മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. വയോധികയെ കൊലപ്പെടുത്തിയത് സ്വന്തം മകനാണ് എന്ന് വയനാട് സ്വദേശിയായ യുവാവിന്റെ ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. മരിച്ച ബത്തേരി കോളിയാട് സ്വദേശി ജിനേഷ് P. സുകുമാരന്റെ മൃതദേഹം നാളെ വയനാട്ടിലെത്തിക്കും. പ്രായമായവരെ പരിചരിക്കൽ ജോലി ചെയ്തിരുന്ന ജിനേഷ് P. സുകുമാരൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നും വീട്ടുടമസ്ഥയായ വയോധികയെ കൊലപ്പെടുത്തിയ ശേഷമാണ് ആത്മഹത്യയെന്നും ആയിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത്. എന്നാൽ ഇത് നിഷേധിച്ച് ജിനേഷിന്റെ ബന്ധുക്കളും നാട്ടുകാരും രംഗത്ത് വന്നു. കൊല്ലപ്പെട്ട വയോധികയുടെ ഭർത്താവിനെ പരിചരിക്കുന്ന ജോലിയായിരുന്നു ജിനേഷിന്. 1.5 മാസം മുമ്പാണ് ജെറുസലേമിന് സമീപമുള്ള മേവസരേറ്റ് സിയോനിലേക്ക് ജോലിക്കായി പോയത്. ഇസ്രായേലിലെ മലയാളി സമാജത്തിൽ നിന്ന് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരമനുസരിച്ച് സ്വന്തം മകനാണ് വയോധികയെ കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായി. അപ്പോൾ ഇൻഫർമേഷൻ വന്ന സമയത്ത് നമ്മൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പിന്നെ അവർ മാറ്റി പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന അയാളുടെ മകൻ തന്നെയാണ് കൊന്നിരിക്കുന്നത്, പിന്നെ ഇവന് കുറ്റം ചെയ്തിട്ടില്ല, പോലീസ് അവരുടെ മകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം നമുക്ക് കിട്ടിയത്. ജിനേഷ് വയോധികയെ കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിക്കുകയായിരുന്നു എന്ന വിവരമാണ് ആദ്യം പുറത്തു വന്നത്. ജിനേഷിനെയും അപായപ്പെടുത്തുകയായിരുന്നുവെന്ന് സംശയമുണ്ടെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നു. അറിയാൻ കഴിഞ്ഞ എന്താ വെച്ചാൽ അവർ ഈ കൊന്ന ആളുണ്ടല്ലോ മകൻ, അവൻ നിരന്തരം വരെ ബുദ്ധിമുട്ടിക്കുന്ന ആളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ അവൻ ഈ അമ്മേനെ ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ ഇടപെട്ടു. അതിനുശേഷം അവനെ പിടിച്ച് കൊന്നു എന്നുള്ളതാണ് പറയുന്നത്. കത്തി വെച്ച് കുത്തി എന്നൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അത് കൃത്യം പിന്നെയാണ് അവർ മാറ്റിയത്, അവൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ വന്നത്. നാളെ ജിനേഷിന്റെ മൃതദേഹം വയനാട്ടിലേക്ക് എത്തിക്കും. മരണം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടും മൃതദേഹത്തിനൊപ്പം എത്തും. വയനാട്ടിൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്യുന്നതിനിടെയാണ് ജിനേഷ് ഇസ്രായേലിലേക്ക് പോകുന്നത്. 24 വയനാട്. നോക്കാം ചില അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ. ദുറോസുകളും ബദൂനികളും തമ്മിൽ സംഘർഷം തുടരുന്ന തെക്കൻ സിറിയയിലെ സുവൈദ പട്ടണത്തിൽ വീണ്ടും വെടിനിർത്തൽ പ്രഖ്യാപിച്ച സർക്കാർ. പട്ടണത്തിൽ നിന്ന് ബിദൂനി സായുധ സംഘങ്ങളെ ഒഴിപ്പിച്ചതായും പ്രവിശ്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ സൈന്യത്തെ വിന്യസിച്ചതായും സിറിയൻ ആഭ്യന്തര മന്ത്രാലയം. റഷ്യയുടെ കിഴക്കൻ മേഖലയിലെ കാംചട്ക ഉപദ്വീപിലുണ്ടായ ഭൂചലനത്തിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടുണ്ട് ഭരണകൂടം. റിക്ടർ സ്കെയിലിൽ 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആൾനാശം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന അണക്കെട്ടിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ചൈന.
$167.8 ബില്യൺ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടിന് തറക്കല്ലിട്ടു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഭക്ഷ്യവിഷബാധയേറ്റെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നും അടുത്ത 3 ദിവസം വീട്ടിലിരുന്ന് ഓഫീസ് ചുമതലകൾ നിർവഹിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ആണവ പദ്ധതിയെക്കുറിച്ച് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി ഇറാൻ അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്ന് റിപ്പോർട്ട്. ചർച്ചകൾ പുനരാരംഭിച്ചില്ല എങ്കിൽ ഇറാനെതിരെ അന്താരാഷ്ട്ര ഉപരോധം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് നീക്കം. ആലപ്പുഴ കാർത്തികപ്പള്ളി സർക്കാർ UP സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ പ്രതിഷേധം വ്യാപകം. സ്കൂളിലേക്ക് യൂത്ത് കോൺഗ്രസും KSUവും പ്രതിഷേധ മാർച്ച് നടത്തും. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടം പ്രവർത്തിച്ചിട്ടും നടപടിയെടുക്കാതിരുന്ന ചിങ്ങോലി പഞ്ചായത്ത് ഓഫീസിലേക്ക് BJPയും മാർച്ച് നടത്തും. തകർന്നു വീണ കെട്ടിടം പൂർണ്ണമായും അടച്ചിടാനും ആളുകളെ പ്രവേശിപ്പിക്കരുതെന്നും ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. അശ്വിനി, തേവലക്കരയിലെ മിഥുന്റെ മരണത്തിന്റെ വേദന, നടുക്കം അതൊക്കെ മാറുന്നതിന് മുമ്പാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. വലിയ പ്രതിഷേധം ശക്തമാവുന്നുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ അശ്വിൻ? രജിത്ത്, അപകടം ഒഴിവായി അത് അവധി ദിവസമായതുകൊണ്ടാണ് എന്നുള്ള ആശ്വാസം നിലനിൽക്കുമ്പോഴും പ്രതിഷേധം വലിയ രീതിയിൽ തുടരുകയാണ്. അത് ഏറ്റവും പ്രധാനമായി ഇതിന്റെ അനാസ്ഥ ആരുടെ പേരിൽ, ആരുടേതാണ് എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ്. നിലവിൽ ഇപ്പോൾ ഇന്ന് യൂത്ത് കോൺഗ്രസും KSUവും സ്കൂളിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ഒപ്പം BJPയുടെ നേതൃത്വത്തിൽ ചിങ്ങോലി പഞ്ചായത്ത് ഓഫീസിലേക്കും മാർച്ച് നടത്തുന്നുണ്ട്. ചട്ടപ്രകാരം സ്കൂളുകളുടെ UP സ്കൂളുകളുടെ ചുമതല അത് ഗ്രാമപഞ്ചായത്തിനാണ്. ആ ഗ്രാമപഞ്ചായത്ത് ആവശ്യമായ ഇടപെടൽ ഈ സ്കൂളിന്റെ കാര്യത്തിൽ നടത്തിയില്ല എന്നുള്ളതാണ് ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം. ചിങ്ങോലി ഗ്രാമപഞ്ചായത്താണ് നടത്തേണ്ടത്. അവിടെ എഞ്ചിനീയറിംഗ് വിഭാഗം 2 മാസം മുമ്പ് പരിശോധന നടത്തി കെട്ടിടം അൺഫിറ്റ് ആണെന്ന സർട്ടിഫിക്കറ്റ് നൽകിയെങ്കിലും വീണ്ടും ഈ കെട്ടിടം പ്രവർത്തിച്ചത് അത് കണ്ടെത്താൻ കഴിയാതിരുന്നത് പഞ്ചായത്തിന്റെ വീഴ്ചയായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഒപ്പം ഇന്നു മുതൽ നിലവിൽ പണി പൂർത്തീകരിച്ച പുതിയൊരു കെട്ടിടം സ്കൂളിന് സമീപത്തുണ്ട്. ആ കെട്ടിടത്തിലേക്ക് ക്ലാസുകൾ ഇന്നു മുതൽ മാറ്റി പ്രവർത്തിക്കുകയാണ്. പക്ഷേ അവിടെ വൈദ്യുതി ബന്ധം ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് അടിയന്തരമായി ലഭിക്കണമെന്നും ഇന്ന് തന്നെ ക്ലാസുകൾ അവിടേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കണമെന്നും ഇന്നലെ ജില്ലാ കളക്ടർ പ്രത്യേക ഉത്തരവ് പ്രകാരം അറിയിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് മാറ്റുന്നത്. നിലവിൽ കോസ്റ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ആ കെട്ടിടം പണിതതും തുറന്നു കൊടുക്കേണ്ടതും അവർ തന്നെയാണ്. പക്ഷേ അതിൽ ആവശ്യമായ ഇടപെടൽ ഉണ്ടാകാത്തതാണ്. പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ ഇടപെടൽ ഉണ്ടാകാത്തതാണ് അത് തുറന്നു കൊടുക്കാൻ വൈകിയത് എന്നുള്ളതാണ് വിമർശനം. എന്തായാലും ഇന്ന് വൈദ്യുതി ഇല്ലാതെ ആ കെട്ടിടത്തിൽ ക്ലാസുകൾ ആരംഭിക്കുകയാണ്. പ്രതിഷേധങ്ങളും തുടരുകയാണ്. ശരി, അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അടച്ചിട്ട സ്കൂളിൽ നാളെ മുതൽ അധ്യയനം ആരംഭിക്കും. വൈദ്യുത ജോലികൾ പൂർത്തീകരിച്ച ശേഷമാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത്. ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നാളെ കുട്ടികൾക്ക് കൗൺസിലിംഗ് ക്ലാസ് നൽകും. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴിയെടുത്തു. നിലവിലെ മാനേജ്മെന്റ് കമ്മിറ്റിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെയും 8 വർഷം മുമ്പ് സൈക്കിൾ ഷെഡ് പണിത സ്കൂൾ ഭരണസമിതിക്കെതിരെയും കേസെടുക്കും. മിഥുന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായമായി മാനേജ്മെന്റ് നൽകും. സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കുറയുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ എണ്ണം 1 ലക്ഷത്തിലധികമാണ് ഈ അക്കാഡമിക് വർഷം കുറഞ്ഞത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 16,000-ലധികം കുട്ടികൾ 1ാം ക്ലാസ്സിലും കുറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 40,906 വിദ്യാർത്ഥികൾ അധികമായി പൊതുവിദ്യാലയത്തിൽ ഇത്തവണ എത്തിയെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ആദ്യ കണക്ക്. എന്നാൽ തലയെണ്ണൽ പൂർത്തിയാക്കിയപ്പോൾ കണക്ക് മാറി. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി ഈ അക്കാദമിക് വർഷം പഠിക്കുന്നത് 35,34,702 വിദ്യാർത്ഥികൾ. കഴിഞ്ഞ അക്കാദമിക് വർഷം ഇത് 36,43,642 ആയിരുന്നു. അതായത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കുറഞ്ഞത് 1,08,940 കുട്ടികൾ. ഈ വർഷം 4ാം ക്ലാസ് വരെ 11,87,517 അപ്പർ പ്രൈമറി 10,94,073 വിദ്യാർത്ഥികളും ഹൈസ്കൂളിൽ 12,53,112 വിദ്യാർത്ഥികളുമാണ് പഠിക്കുന്നത്. 1ാം ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥികളുടെ എണ്ണവും കുറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1ാം ക്ലാസ്സിൽ 16,509 കുട്ടികളുടെ കുറവുണ്ട്. കഴിഞ്ഞ വർഷം 2,98,848 വിദ്യാർത്ഥികൾ 1ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2,82,339 ഈ വർഷം കുറഞ്ഞത്. പൊതുവിദ്യാലയങ്ങളിൽ മാത്രമല്ല, അൺഎയ്ഡഡ് മേഖലയിലും വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ജനനനിരക്ക് കുറഞ്ഞതാണ് വിദ്യാർത്ഥികളുടെ എണ്ണം കുറയാൻ കാരണമായി വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. 24 വാർത്താ പരമ്പര തുടരുന്നു. തലയ്ക്ക് മീതെ മരണക്കെണി.
അപകടക്കണിയായി കാസർഗോഡ് കുഞ്ചത്തൂർ ഗവൺമെന്റ് LP സ്കൂളിന് സമീപത്തെ ട്രാൻസ്ഫോമർ 2ാം ക്ലാസ്സിനോട് ചേർന്നാണ് സ്കൂളിന്റെ പുറകുവശത്ത് KSEB ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്നത്. അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി പരാതികൾ നൽകിയിട്ടും KSEB തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ദേശീയപാത 66-ൽ സർവീസ് റോഡിനോട് ചേർന്നാണ് കുഞ്ചത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ. 140 വിദ്യാർത്ഥികൾ 4ാം ക്ലാസ് വരെയുള്ള ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ദേശീയപാത നവീകരണത്തിന് ശേഷമാണ് സ്കൂളിന് സമീപം ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചത്. 2ാം ക്ലാസിന്റെ പുറകുവശത്ത് ചുമരിനോട് ചേർന്ന് സ്ഥലമൊരുക്കുമ്പോൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ആദ്യം ഇക്കാര്യം മനസ്സിലായില്ല. 3 മാസത്തിന് മുമ്പാണ് ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നത്. അതിന് മുമ്പ് വെറും പോസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ റോഡിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയില്ല. ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്ന സമയത്ത് KSEB ഓഫീസറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ് ഇതിപ്പോൾ നമുക്ക് അവസാന സ്റ്റേജിലാണ് ഉള്ളത്, ഒന്നും ചെയ്യാൻ പറ്റൂല. ഇത് സ്കൂളിന് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടല്ല നേരിടുന്നത്. ചെറിയ കുഞ്ഞുങ്ങളാണ്, LP സ്കൂളാണ്. ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ സ്കൂളിന് സമീപത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ നൽകി. അപകടമുണ്ടാവില്ലെന്ന് KSEB അധികൃതർ പറയുമ്പോഴും ഇക്കാര്യം ഉറപ്പു നൽകാൻ ആരും തയ്യാറല്ല. ഇത് സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്, ഇവിടെ സ്കൂളാണ് സ്ഥാപിക്കരുതെന്ന്. അതൊരു മുഖവിലക്കെടുത്തില്ല. അതുമാത്രമല്ല, PTIയുടെ ചില അധികൃതർ KSEBയിൽ തന്നെ പോയിട്ട് പറഞ്ഞപ്പോൾ ഒരു ബാലിശമായിട്ടാണ് അവരിത് കണ്ടത് ഇതിനെ. പിന്നെ ലൈൻസ് പൊട്ടി വീഴുകയോ അതല്ലെങ്കിൽ ഹൈ വോൾട്ട്സ് ലൈൻ ഇതിൻ്റെ മുകളിലൂടെയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും മാറ്റേണ്ടത് വളരെ അനിവാര്യമായ ഒരു അവസ്ഥയാണ്. സ്കൂളിലേക്ക് കുട്ടികൾ വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും അപകടം പതിയിരിപ്പുണ്ട്. അതിശക്തമായ മഴയിൽ ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ അധ്യാപകരുടെ നെഞ്ചിലും തീയാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് ട്രാൻസ്ഫോമർ സമീപത്തു നിന്ന് മാറ്റണമെന്നാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. 24 കാസർഗോഡ്. സ്കൂളുകളിലെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ യോഗം. അധ്യാപക സംഘടനാ പ്രതിനിധികളുമായാണ് വിദ്യാഭ്യാസ സെക്രട്ടറി യോഗം ചേരുന്നത്. രാവിലെ 10 മണിക്ക് സെക്രട്ടേറിയറ്റിലാണ് യോഗം. അധ്യാപക സംഘടനകളുടെ ഹിതപരിശോധന നടത്തുന്നതും യോഗം ചർച്ച ചെയ്യും. വിവിധ കാറ്റഗറി സംഘടനകളെ ഒഴിവാക്കി പൊതുസംഘടനകളെ മാത്രം ഹിതപരിശോധനയിൽ ഉൾപ്പെടുത്താനാണ് സർക്കാരിന്റെ നീക്കം. നോക്കാം പ്രധാന അറിയിപ്പുകൾ. സംസ്ഥാന കർഷക അവാർഡിൽ പുതുതായി 6 അവാർഡുകൾ കൂടി ഉൾപ്പെടുത്തി. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കർഷകൻ, കാർഷിക മേഖലയിലെ മികച്ച സ്റ്റാർട്ടപ്പ്, മികച്ച കൃഷിഭവൻ, മികച്ച കൃഷി ജോയിന്റ് ഡയറക്ടർ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ, കൃഷി എഞ്ചിനീയർ എന്നിവയാണ് പുതുതായി ഉൾപ്പെടുത്തിയ അവാർഡുകൾ. ഈ വർഷത്തെ കർഷക അവാർഡുകൾക്ക് ഈ മാസം 23 വരെ അപേക്ഷ നൽകാം. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുവാൻ താൽപ്പര്യമുള്ള പുരുഷന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 18നും 65 വയസ്സിനും ഇടയിലുള്ളവർക്കായിരിക്കും അപേക്ഷ നൽകാൻ അവസരമുണ്ടാവുക. അടുത്ത മാസം 16-ന് മുമ്പ് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അപേക്ഷകൾ സമർപ്പിക്കണം. IHRDയുടെ നിയന്ത്രണത്തിലുള്ള ആറ്റിങ്ങൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ചില ബ്രാഞ്ചുകളിൽ ഏതാനും സീറ്റ് ഒഴിവ്. LET പരീക്ഷ പാസ്സായ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സീറ്റുകളിലേക്ക് അപേക്ഷ നൽകാം. കണ്ണൂർ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി വിമുക്തി യൂണിറ്റിൽ സെക്യൂരിറ്റി തസ്തികയിലേക്ക് വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 50 വയസ്സാണ്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ മാസം 28. കോഴിക്കോട്ടെ വിവിധ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലെ സ്റ്റുഡന്റ് കൗൺസിലറുടെ ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തും. MA സൈക്കോളജി, MSW, MSc സൈക്കോളജി തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് അപേക്ഷ നൽകാം. 25 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ളവരാണ് അപേക്ഷ നൽകേണ്ടത്. കൊല്ലത്ത് വീടിനുള്ളിൽ വിമാനത്താവളം തന്നെ തീർത്തിരിക്കുകയാണ് 9ാം ക്ലാസ്സുകാരൻ ആകാശ് അശോക്. ഇതൊരു കൗതുകത്തിന്റെ പുറത്ത് ചെയ്യുന്നതല്ല. വിമാനത്തെ സംബന്ധിച്ച് എന്തും മനഃപ്പാഠമാണ് ഈ 14-കാരന്. ആകാശിന് 4 വയസ്സുള്ളപ്പോൾ പ്രവാസിയായ അച്ഛനൊപ്പം വിദേശത്തേക്ക് പോകുമ്പോഴാണ് വിമാനങ്ങളെ ആദ്യമായി കാണുന്നതും യാത്ര ചെയ്യുന്നതും. പിന്നീട് ഊണിലും ഉറക്കത്തിലും വിമാനങ്ങളെക്കുറിച്ചായി ചോദ്യം. അങ്ങനെ ആ കൊച്ചു മനസ്സിൽ വിമാനം പറന്നിറങ്ങി. മസ്കറ്റ് എയർപോർട്ടിൽ ഡ്യൂട്ടി ഫ്രീക്കകത്ത് അവിടെ ഒരു കടയുണ്ട് ഈ മോഡലൊക്കെ വിൽക്കുന്നത്. അപ്പോൾ അവിടെ ഈ കാണുന്ന ഈ പ്ലാസ്റ്റിക് മോഡൽ പോലത്തെ മോഡലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലത്തെ മോഡൽ അച്ഛൻ കുറെ മേടിച്ചു തരായിരുന്നു. വിമാനം ഉണ്ടാക്കണം എന്ന് ചോദിച്ചു. 60 ഞാൻ ഉണ്ടാക്കി. അതുപോലെ പിന്നീട് എയർപോർട്ടുകളിലെത്തിയാൽ വിമാനം നീങ്ങിത്തുടങ്ങുന്നതും പറന്നെത്തുന്നതും പറന്നു പോകുന്നതും നോക്കി നിൽക്കും. ഒടുവിൽ പേപ്പർ ഉപയോഗിച്ച് സ്വന്തമായി വിമാനം നിർമ്മിച്ചു. യൂട്യൂബിൽ നിന്ന്
വിമാനത്തിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് പഠിച്ചു. മെക്കാനിക്കൽ ഭാഗമടക്കം മനഃപ്പാഠമാക്കി. ഇന്ന് ഈ വീട്ടിലെത്തിയാൽ ആകാശ് ഉണ്ടാക്കിയ 60ഓളം വിമാനങ്ങൾ കാണാം. അവൻ്റെ കാര്യത്തിന് എന്തിനും നമ്മളുണ്ട്. ഒരാളേ ഉള്ളൂ. അവൻ എന്ത് വേണമെന്ന് വെച്ചാൽ അതിനകത്തോട്ട് തന്നെ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ എന്തിനു വേണമെങ്കിലും നമ്മളെ കൂടെയുണ്ട്. അവന് പൈലറ്റ് ആവണമെന്ന് പറയുന്ന അതിനുള്ള കാര്യങ്ങളിലോട്ട് മുമ്പോട്ട് പോകാൻ. അഹമ്മദാബാദിലെ വിമാനാപകടത്തെക്കുറിച്ചും അതിന്റെ മെക്കാനിക്കൽ ഭാഗത്തെക്കുറിച്ച് ചോദിച്ചാലും ആകാശിന് മറുപടിയുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ പോകുന്നതിന് ആ ശബ്ദത്തിന് വരെ ഒരു ഫാൻ്റെ ശബ്ദം കേട്ട് അതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ അകത്ത് ഈ 2 എഞ്ചിന് ഫെയിലാകുമ്പോൾ ഒരു സാധനം ഇറങ്ങി വരും. അല്ലെങ്കിൽ 2 എഞ്ചിന് ഓഫായോ ഫെയിലാവോ എന്തായാലും വിമാനം പറക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് സാധനം ഇറങ്ങി വരും. ഫാൻ റാറ്റ് തുറന്ന് അത് ഇറങ്ങി വന്നിട്ട് അത് കറങ്ങും. എന്നിട്ട് ഇപ്പം പറഞ്ഞ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇതിൻ്റെ കട്ടൗട്ട്, എഞ്ചിനാരോ കട്ടൗട്ട് ചെയ്തെന്ന്. ആരോ കട്ടൗട്ട് ചെയ്താൽ തന്നെ കട്ടൗട്ട് ആയതല്ല. പിന്നെ ഇപ്പം ചിലർ പറഞ്ഞത് ഫെയിലായി കാണും, അത് എന്തോ പ്രശ്നം കാണും എന്ന് പറയുന്നുണ്ട്. ഒരു വൈമാനികനാകുക എന്നുള്ളതാണ് ആകാശിന്റെ ലക്ഷ്യം. പരവൂർ KHSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആകാശിന് മാതാപിതാക്കളാണ് എല്ലാവിധ പിന്തുണയും നൽകുന്നത്. കൊല്ലം പരവൂരുകാരൻ ആകാശ് അശോകിന്റെ എയർപോർട്ടിൽ നിന്നാണ് ഇതുവരെ നമ്മൾ ഈ വിമാനങ്ങളെ പരിചയപ്പെട്ടത്. 40-ലധികം വരുന്ന വിമാനങ്ങളുണ്ട് ഇന്ന് ആകാശ് അശോകിന്റെ ശേഖരണത്തിൽ. എല്ലാം അവന്റെ സ്വപ്നങ്ങൾ കൂടിയാണ്. ആ സ്വപ്നങ്ങൾക്കൊപ്പമാണ് അവന്റെ യാത്രയും. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24. കൊച്ചിയിൽ താമസമാക്കിയ സുജ പാറക്കണ്ണിൽ എന്ന ചങ്ങനാശ്ശേരിക്കാരി ഒരു പനിയിൽ നിന്ന് ഉണർന്നത് നീണ്ട ഇരുട്ടിലേക്കാണ്. ആ ഇരുട്ടിനെ അക്ഷരങ്ങളുടെ വെളിച്ചത്തിൽ അതിജീവിക്കുകയാണ് സുജ. അകക്കണ്ണിൽ കോറിയിട്ട അക്ഷരങ്ങൾ പുസ്തകങ്ങളായി പുനർജനിച്ചു. ഇത് സുജയുടെ പ്രത്യാശയുടെ കഥയാണ്. ഒരു ഡെങ്കു ഫീവർ വന്നതാണ്. ഡെങ്കു ഹെമറേജ് ആയി കണ്ണിൻ്റെ ഐബോളുകൾ പൊട്ടിപ്പോയി. കണ്ണുകൾ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ തലച്ചോറിൽ ഇൻഫെക്ഷൻ ആകും എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പം കണ്ണ് റിമൂവ് ചെയ്യേണ്ടി വന്നു. കണ്ണ് മാത്രമല്ല, എൻ്റെ ഒപ്റ്റിക്കൽ നെർവും റിമൂവ് ചെയ്തു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രകാശമുണ്ടെന്ന തോന്നൽ മാത്രമാണ് സുജയുടെ ജീവിതത്തിലുള്ളത്. ഡെങ്കിപ്പനി കാഴ്ച നഷ്ടപ്പെടുത്തിയെങ്കിലും അക്ഷരങ്ങളിലൂടെ താൻ കണ്ട ജീവിതം പകർത്താൻ സുജയ്ക്ക് പിന്നീടൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. കഥകളായും കവിതകളായുമൊക്കെ അത് പുറത്തിറങ്ങി. ഓലഞ്ഞാലിക്കിളി, മിഴിനനയാതെ, നിലാച്ചൂട്ട് എന്നീ 3 പുസ്തകങ്ങളിലൂടെ ജീവിതത്തിൽ വെളിച്ചം കണ്ടെത്തി. മിഴിനനയാതെ എന്ന ആത്മകഥാ പുസ്തകത്തിന് അടുത്തിടെ അഷിത സ്മാരക പുരസ്കാരം ലഭിച്ചു. നിലവിലിപ്പോൾ 2 പുസ്തകങ്ങളാണ്. ആദ്യത്തെ പുസ്തകം ഓലഞ്ഞാലിക്കിളി, 2ാമത്തെ പുസ്തകം മിഴിനനയാതെ. ആത്മകഥാംശം എന്ന് പറയാം, ഒരു അനുഭവാഖ്യാനമാണ്. 3 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സംഭവങ്ങളെല്ലാം. ഇപ്പൊ അടുത്ത പുസ്തകം ചെറുകഥാ സമാഹാരമാണ്, നിലാച്ചൂട്ട്. അമ്മ പറയുന്ന അക്ഷരങ്ങൾ മകൾ പകർത്തിയെഴുതും. തണലായി മകൾ അമലയും കുടുംബവും എപ്പോഴുമുണ്ട്. നിലവിൽ കണ്ണുകളുടെ സ്ഥാനത്ത് കാഴ്ചയുടെ നനവില്ലാത്ത കൃത്രിമ കണ്ണ് മാത്രമാണുള്ളത്. ഇപ്പോൾ ഉള്ളത് ആർട്ടിഫിഷ്യൽ ഐ ആണ്. ഓസ്ട്രേലിയയിലെ ബയോണിക് ഐ എന്ന് പറഞ്ഞൊരു സംവിധാനം ഇപ്പം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ചിപ്പ് തലച്ചോറിൽ വെച്ചിട്ട് ക്യാമറ വെക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അത് വളരെ എക്സ്പെൻസീവ് ആണ്. സുജയ്ക്ക് ബാക്കിയായുള്ളത് ഒരു വിഷമം മാത്രമാണ്. മോളുടെ കുഞ്ഞിനെയൊക്കെ ഒന്ന് കാണാൻ വലിയ ആഗ്രഹമുണ്ട്. എങ്കിലും നഷ്ടങ്ങളെക്കുറിച്ച് ദുഃഖിക്കുകയോ വരാനുള്ളതിനെക്കുറിച്ച് ആകുലപ്പെടുകയോ ചെയ്യുന്നതിൽ എന്ത് കാര്യം? ഈ നിമിഷം അത് ആസ്വദിക്കാൻ സാധിക്കുകയാണ് വലിയ കാര്യമെന്നും സുജ ഓർമ്മിപ്പിക്കുന്നു. വിധി ജീവിതത്തിലേക്ക് ഇരുളായെത്തിയെങ്കിലും അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് സ്വയം വെളിച്ചമാവുകയാണ് സുജ. അനന്തവിനൊപ്പം സൂര്യശ്രീ, 24, കൊച്ചി. അടഞ്ഞ വാതിൽ തന്നെ നോക്കിയിരുന്ന അവിടെ തന്നെ ഇരുന്ന് കരഞ്ഞ് ജീവിതം തീർന്നു പോകത്തേ ഉള്ളൂ. അങ്ങനെയല്ല, വേറെ വഴികൾ തുറക്കാൻ നമുക്ക് പറ്റും, തുറന്നു വരും. കണ്ണൂർ ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത റീമയുടെ 3 വയസ്സുള്ള മകനായി തിരച്ചിൽ ഇന്നും തുടരും. റീമയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഭർത്തൃ വീട്ടിലെ മാനസിക പീഡനത്തിൽ മനംനൊന്താണ് ജീവനെടുക്കുന്നതെന്നാണ് റീമ വാട്സാപ്പ് സന്ദേശമായി കുറിച്ചത്. റീമയുടെ ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഭർത്താവ് കമൽരാജ്, ഭർത്തൃമാതാവ് എന്നിവർക്കെതിരെ കേസെടുക്കണം എന്നാണ് റീമയുടെ കുടുംബത്തിന്റെ ആവശ്യം. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പഴയങ്ങാടി പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തണമോ എന്ന് കൂടുതൽ അന്വേഷണത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് പോലീസ് അറിയിച്ചു. എറണാകുളം വടുതലയിൽ അയൽവാസിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ക്രിസ്റ്റഫറിന്റെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് തീരുമാനം. നാളെയാണ് സംസ്കാരം നടക്കുക. വെള്ളിയാഴ്ച രാത്രിയാണ് അയൽവാസിയായ വില്യം പാട്രിക് ക്രിസ്റ്റഫറിനെയും ഭാര്യയെയും ആക്രമിച്ചത്. ഇരുവരും
സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു നിർത്തി ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ക്രിസ്റ്റഫറിന്റെ നെഞ്ചിലും കൈയിലും കാൽത്തുടയിലും മാരകമായി പൊള്ളലേറ്റിരുന്നു. ക്രിസ്റ്റഫറിന്റെ ഭാര്യ മേരിക്കുട്ടി പരിക്കുകളോടെ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് വൈദ്യുതി ലൈനിന് മുകളിൽ മരം പൊട്ടി വീണ് ഷോക്കേറ്റ് മരിച്ച ഫാത്തിമയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. ഇന്നലെ വൈകുന്നേരം 3:30-ക്കാണ് ഫാത്തിമ ഷോക്കേറ്റ് മരിച്ചത്. വീടിന്റെ ടെറസിന് മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കണമെന്ന് KSEB അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നതായി കുടുംബം പറയുന്നു. എന്നാൽ അത്തരമൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പൊതുമരാമത്ത് വകുപ്പിനും HSLAM MLA-ക്കുമെതിരെ പരോക്ഷ വിമർശനവുമായി മുതിർന്ന CPIM നേതാവ് G. സുധാകരൻ. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അമ്യൂണിറ്റി സെന്റർ സ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് പണം അനുവദിച്ചതിനെതിരെയാണ് വിമർശനം. ഒരു ദേവാലയത്തിനും പണം മുടക്കാൻ സർക്കാരിന് അധികാരമില്ല എന്ന് G. സുധാകരൻ കുറ്റപ്പെടുത്തി. അമ്പലം നോക്കാൻ ദേവസ്വം ബോർഡുണ്ട്, അവർക്ക് പൈസയുടെ കുറവുണ്ടെങ്കിൽ സർക്കാരിനോട് ചോദിക്കാം. സർക്കാരിന് ദേവസ്വം ബോർഡിന് പൈസ കൊടുക്കാം, നേരിട്ട് ക്ഷേത്രത്തിന് പൈസ കൊടുക്കാൻ സർക്കാരിന് അധികാരമില്ല. നാളെ ഏത് മുസ്ലിം പള്ളി ചോദിക്കില്ലേ, ക്രിസ്ത്യൻ പള്ളി ചോദിക്കില്ലേ, കൊടുക്കാൻ പറ്റുമോ? അമ്പലങ്ങൾ സ്ഥാപിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്, സർക്കാരിൻ്റെ ജോലിയാണോ? അല്ല, അത് ജനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ സ്ഥാപിക്കാം. അങ്ങനെ സ്വതന്ത്രമായി നടന്നു വരുന്ന കാര്യത്ത് പുരോഗമനമെന്ന് പറയുന്ന ഈ കാലത്ത് ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഭരണഘടനാപരമായി ഒരു മതത്തിലെയും ഒരു ക്ഷേത്രത്തിനും ഒരു ദേവാലയത്തിനും പണം മുടക്കാൻ സർക്കാരിന് അധികാരമില്ല, കാരണം സർക്കാരിന് മതമില്ല. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിനി, പൊതുമരാമത്ത് വകുപ്പിനെതിരെയോ HSLAM-നെതിരെയോ ഒക്കെ G. സുധാകരൻ വിമർശനം ഉന്നയിക്കുന്ന ആദ്യമായല്ല, നേരത്തെയൊക്കെ അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളതാണ്. വീണ്ടും വിമർശനം തുടരുന്നുണ്ട് G. സുധാകരൻ. എന്താണ് വിവരങ്ങൾ? അശ്വിൻ പാലാഴി. HSLAM MLA-യുടെ ആവശ്യപ്രകാരമാണ് പൊതുമരാമത്ത് വകുപ്പ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് 6 കോടി രൂപ അനുവദിച്ചത്. അത് ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനുള്ളിൽ ഒരു അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കാനും ഒപ്പം സ്റ്റേജ് അടക്കമുള്ള മറ്റേ കാര്യങ്ങൾ നിർമ്മിക്കാനും വേണ്ടിയാണ്. ഈ അമ്യൂണിറ്റി സെന്റർ 17,300 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായാണ് നിർമ്മിക്കുന്നത്. അതിൽ ആകെ 19 ഡീലക്സ് റൂമുകളും 2 സ്യൂട്ട് റൂമുകളുമാണ് ഉള്ളത്. അങ്ങനെ അവിടെ ക്ഷേത്രത്തിൽ എത്തുന്ന ആളുകൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി താമസിക്കാൻ ഉതകുന്ന ഒരു അമ്യൂണിറ്റി സെന്ററാണ് പണിയുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ G. സുധാകരൻ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ SNDP നടത്തിയ ഒരു പരിപാടിയിലാണ് പ്രസംഗത്തിൽ ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ക്ഷേത്രങ്ങൾക്ക്, ഒരു ദേവാലയത്തിനും പണം മുടക്കാൻ സർക്കാരിന് അധികാരമില്ല എന്നുള്ളതാണ് G. സുധാകരൻ പറയുന്നത്. ക്ഷേത്രത്തിന് നൽകണമെങ്കിൽ അത് സർക്കാർ നൽകേണ്ടത് ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡാണ് ഈ പണം ചെലവഴിക്കേണ്ടത് എന്ന് പറയുന്നു. നാളെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ദേവാലയമോ മുസ്ലിം പള്ളികളോ ഇങ്ങനെ സൗകര്യങ്ങൾ ചോദിച്ചാൽ അത് ചെയ്തു കൊടുക്കാൻ സർക്കാരിനാവുമോ എന്നും G. സുധാകരൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ നിലവിൽ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് നേരിട്ട് പണം അനുവദിച്ചതിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നു. അതൊരു വിവാദമായി മാറുകയുമാണ്. റീജിത്ത്. ശരി, അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. നോക്കാം ഇനി ചില ബിസിനസ് വാർത്തകൾ ചുരുക്കത്തിൽ. സ്പേസ് എക്സിനുള്ള ഗവൺമെന്റ് കരാറുകൾ റദ്ദാക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം പാളി. കരാറുകൾ ഒട്ടുമിക്കവയും നിർണായകമാണെന്നും റദ്ദാക്കാനാവില്ല എന്നും കരാറുകൾ പരിശോധിച്ച ഉദ്യോഗസ്ഥർ. നാസയും പെന്റഗണും കൂടി ഇതേ അഭിപ്രായം പങ്കുവച്ചതോടെ പ്രസിഡന്റിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി. ക്രിപ്റ്റോ നിക്ഷേപങ്ങളെ റിട്ടയർമെന്റ് ഫണ്ടുകളുമായി ലിങ്ക് ചെയ്യാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഉടൻ ഒപ്പുവെക്കും എന്നാണ് സൂചന. ആമസോൺ മെഗാ ഇലക്ട്രോണിക്സ് ഡേയ്സ് അവസാന ഘട്ടത്തിൽ. കോമ്പാക്ട് HD ഓപ്ഷനുകൾ മുതൽ പ്രീമിയം 4 ഡിസ്പ്ലേ വരെയുള്ള സ്മാർട്ട് TVകൾ ഓഫറിൽ. ഓഹരി വിപണിയിൽ 10 മുൻനിര കമ്പനികളിൽ 6 എണ്ണത്തിന്റെ വിപണി മൂല്യത്തിൽ ഇടിവ്. കമ്പനികൾക്ക് 94,433 കോടി രൂപയുടെ ഇടിവ് നേരിട്ടു എന്ന് റിപ്പോർട്ട്. ഗുരുഗ്രാം ആസ്ഥാനമായുള്ള സോണാകോം സ്റ്റാർ ചൈനയിലെ ഫൗണ്ടറി ഓപ്പറേറ്ററായ ജിന്നെറ്റ് മെഷീനറിയുമായി കൈകോർക്കുന്നു. ഇന്ത്യൻ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപണിയിലേക്ക് നിക്ഷേപിക്കാനാണ് ഇരു കമ്പനികളുടെയും നീക്കം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. രാവിലെ 11 മണിക്ക് ഇരു സഭകളും സമ്മേളിക്കും. സമ്മേളനത്തിന് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണും. പഹൽഗാം ഭീകരാക്രമണം, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, അഹമ്മദാബാദ് വിമാനാപകടമടക്കം നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, നേരത്തെ വിവിധ വിഷയങ്ങൾ വരുന്ന ഘട്ടത്തിലൊക്കെ അത് പാർലമെന്റ് ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യം, പ്രത്യേകിച്ച് ഈ പഹൽഗാം ഭീകരാക്രമണമൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്ന ആവശ്യമൊക്കെ പ്രതിപക്ഷം ഉയർത്തിയതാണ്.
വീണ്ടും ഈ സഭാ കാലയളവ് പ്രക്ഷുബ്ധമാകാൻ തന്നെയല്ലേ സാധ്യത? ബൽറാം നെടുങ്ങാടി. വെരി ഗുഡ് മോർണിംഗ് റിജിത്ത്. പഹൽഗാം ഭീകരാക്രമണം ചർച്ച ചെയ്യുന്നതിനായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. നിരന്തരം കോൺഗ്രസ് ആ ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷമുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനമാണ് ഇന്ന് ചേരുന്നത്. ഈ വർഷകാല സമ്മേളനത്തിൽ പ്രധാന അജണ്ടയായി പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നതും ഈ പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂരും ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരണം നൽകണം എന്നുള്ളതാണ് ആവശ്യം. പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി തന്നെ ഈ 24 തവണ ഇതുവരെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ പാക് സമവായത്തിന് വേണ്ടി ഇടപെട്ടത് താനാണ് എന്ന പ്രസ്താവന നടത്തിയിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം 5 വിമാനങ്ങൾ ഈ ഓപ്പറേഷനിടെ തകർക്കപ്പെട്ടതായി, അത് ഇന്ത്യയുടേതോ പാകിസ്ഥാന്റേതോ എന്ന് പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഉണ്ടായി. ഇതെല്ലാം തന്നെ പാർലമെന്റിൽ ഉന്നയിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രതിപക്ഷം. ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിലും ഇക്കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ കാര്യത്തിൽ ചർച്ചയാകാം എന്ന ഒരു നിലപാട് സർക്കാരിനുണ്ട്. എങ്കിൽ പോലും ഒട്ടേറെ മറ്റ് വിഷയങ്ങളും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മറ്റൊന്ന് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങളാണ്. സമ്മേളനത്തിന് മുമ്പായി രാവിലെ 10:50 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണും. 11 മണിക്കാണ് സമ്മേളനം ആരംഭിക്കുക. ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. കണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. ഇന്നലെ വൈകിട്ടുണ്ടായ ആക്രമണത്തിൽ ബസ്സിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നിരുന്നു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, ഇപ്പോഴിതാ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതലായി അരുൺ? റിജിത്ത്, കണ്ണൂർ മാവിലായിൽ ഇന്നലെ വൈകിട്ടാണ് ഈ ആക്രമണം ഉണ്ടായത്. അതിന്റെ CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിലോടുന്ന കാസർമുള്ള ബസ്സിന് നേരെയാണ് ഈ കല്ലേറ് ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ ബസ്സിന്റെ എതിർദിശയിൽ വരുന്ന ഒരു ബൈക്കിലെ ഒരു യുവാവാണ് ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് നേരെ കല്ലെറിഞ്ഞത്. ബസ്സിന്റെ മുൻഭാഗത്തുള്ള ചില്ല് പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട്. അവിടെ യാത്രക്കാരുണ്ടായിരുന്നു, അവർക്ക് പരിക്കേറ്റിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണ് ഈ ആക്രമണത്തിന്റെ പ്രകോപനം എന്നതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. നമുക്കറിയാം, ഇന്നലെ ഈ കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിലോടുന്ന മറ്റൊരു ബസ് ഇടിച്ചാണ് ഒരു യുവാവിന് ജീവൻ നഷ്ടമായത്. ഇതാണോ ഇതിന്റെ പ്രകോപനത്തിന് കാരണം? അതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഈ CCTV ദൃശ്യം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം. നിലവിൽ ഈ കല്ലെറിഞ്ഞിട്ടുള്ള അക്രമിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ശരി, അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ റിപ്പോർട്ടോടെ മോർണിംഗ് ന്യൂസ് പൂർത്തിയാവുകയാണ്.